ഹലോ നമസ്കാരം, ഞാൻ ജയശ്രീ ഗോവിന്ദൻ, റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. 60-20-20 റൂൾസ് എന്താണെന്ന് അറിയാമോ? ഈ 60-20-20 റൂൾസ് എന്ന് പറയുന്നത് ഇപ്പോൾ കൂടുതൽ ഡെപ്റ്റ്, അതായത് കടബാധ്യതകൾ കൂടുതലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് കൂടുതൽ കടബാധ്യതകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അനുസരിക്കേണ്ട ഒരു റൂൾ എന്ന് പറയുന്നത് 60-20-20 ഫിനാൻഷ്യൽ റൂളാണ്. അതായത് നമ്മളുടെ ഇൻകത്തിൻ്റെ 60% നമ്മൾ നമ്മുടെ ലോൺ റീപേയ്മെൻറ്റിനും മറ്റ് നീഡ്സ് അത്യാവശ്യ കാര്യങ്ങൾക്കും വേണ്ടി യൂസ് ചെയ്യണം. അതുപോലെ തന്നെയാണ് നമ്മളുടെ മറ്റ് ആഗ്രഹങ്ങൾക്കും ചെറിയ ട്രാവലിങ്, ഷോപ്പിംഗ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് 20% യൂസ് ചെയ്യുക. ബാക്കി 20% നമ്മൾ നിർബന്ധമായും സേവിങ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അങ്ങനെ ഈ 60-20-20 റൂൾസ് നമ്മൾ പാലിച്ചു കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡെപ്റ്റ് എല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാനും റീപേയ്മെൻ്റ് ഒക്കെ നടത്താനും അത് ക്ലോസ് ചെയ്യാനും അതുപോലെ തന്നെ അത്യാവശ്യ സേവിങ്സ് ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് സാധിക്കും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ഫിനാൻഷ്യൽ റൂൾ നിങ്ങൾ ബാധിക്കുന്നുണ്ടോ, നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ കടബാധ്യതകളെല്ലാം തീർക്കാൻ ഉദ്ദേശിക്കുന്നത്, അതുപോലെ നിങ്ങൾക്ക് ഒരു സേവിങ്സ് ഒക്കെ നിങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ഫിനാൻഷ്യൽ ടിപ്സിന് ഞങ്ങളെ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ ഫിനാൻഷ്യൽ ഗൈഡൻസിന് ഞങ്ങളെ കൺസൾട്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ.